ഈ ഒരു ഭാഗത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ 7 റൂള് അല്ലെങ്കിൽ ഈ ഒരു 7 ഐഡൻറ്റിറ്റി ഒറ്റ ഇരിപ്പിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചതെന്നുള്ളതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. സോ വാച്ച് കെയർഫുള്ളി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോപ്പിയസ് മാത്സ്. ഇതുവരെ പഠിച്ചതെല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സപ്ലിമെൻ്ററി പ്രോബ്ലംസും സോൾഡ് പ്രോബ്ലംസൊക്കെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് സിമെട്രിക് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സും റെസിപ്രോക്കൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ സിമെട്രിക് ഫങ്ഷൻ ഓഫ് ദ റൂട്ട്സ് എന്താണെന്ന് നോക്കാം. സിമെട്രിക് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സ്, നമ്മൾ റൂട്ട്സ് എന്ന് പറഞ്ഞത് ആരെയായിരുന്നു? നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷനിൽ ഏത് എക്സ് വാല്യൂസ് കൊടുക്കുമ്പോഴാണോ ആ പോളിനോമിയൽ ഫംഗ്ഷൻ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ആവുന്നത്, ആ പോയിൻറ്റ്സിനെ നമ്മൾ റൂട്ട്സ് എന്ന് വിളിച്ചു. ആ റൂട്ട്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തത്? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ അങ്ങനെയൊക്കെ. അതായത് നമ്മുടെ ഡിഗ്രി എത്രയാണോ അത്രയും റൂട്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും എന്നൊക്കെ കുറച്ച് തിയറംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്. ആദ്യം റൂട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതും. അതായത് ഈ റൂട്ട്സ് എന്ന് പറയുന്നതും നമുക്ക് ആ റൂട്ട്സ് ആരാ എന്ന് കണ്ടുപിടിക്കുന്ന, ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന വരെ അവരും നമുക്കൊരു വേരിയബിൾ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വേരിയബിളിനെ നമ്മളിപ്പോൾ എക്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിലേഷന് ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ ആക്കി എഴുതും. അപ്പോൾ x² + 2x അങ്ങനെയൊക്കെ എഴുതുന്ന പോലെ നമുക്ക് ആൽഫ വെച്ചിട്ടും നമ്മളതുപോലെ എഴുതുമല്ലോ. α², β², γ², β - അങ്ങനെ ഇങ്ങനെ എഴുതി കുറച്ച് ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എത്രയോ ഫോർമുലാസ് ഉണ്ടാവും. അങ്ങനത്തെ ഇത് ഡൊമൈൻ ആക്കിക്കൊണ്ട് ആൽഫ, ബീറ്റ, ഗാമ എന്ന നമ്പർ ഡൊമൈനും അത് വെച്ചിട്ട് കിട്ടുന്ന എഫ് ഓഫ് ആൽഫ, എഫ് ഓഫ് ബീറ്റ, എഫ് ഓഫ് ഗാമ അങ്ങനെയൊക്കെ വരുന്ന അതിൻ്റെ റേഞ്ചുകൾ. അപ്പോൾ എഫ് ഓഫ് ആൽഫ, ബീറ്റ, ഗാമ, അതായത് മൊത്തത്തിൽ 3 കൂടി വരുന്ന ഇത് എഫ് ഓഫ് ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെ വരുന്ന റേഞ്ചസ്. അപ്പോൾ ഇത് ഡൊമൈൻ, ഇത് റേഞ്ച്. ആ രീതിയിൽ നമുക്ക് ഇതിനെ ഫങ്ഷൻ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ അതാണ് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സ്. റൂട്ട്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതാം. ഇതൊന്നും പഠിക്കണമെന്നില്ല. അതായത് റൂട്ട്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഫങ്ഷൻ എന്നേ അതിനർത്ഥമുള്ളൂ. പിന്നെ സിമെട്രി എന്നുള്ള വാക്ക് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന, സിമെട്രി ഒക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് കത്രിക പഠിക്കുമ്പോൾ കത്രിക എവിടെ നിന്ന് എഴുതിയാലും ഇവിടെ നിന്ന് എഴുതിയാലും ഒരേ മീനിങ്. ഇവിടെ സിമെട്രി കൊണ്ട് ഉദ്ദേശം അതല്ല. ഇവിടെ സിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെ ഒരു 3 റൂട്ട്സ് തൽക്കാലം എടുക്കാമെന്ന് വിചാരിക്കുക. ഈ 3 റൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ആൽഫനെ അവിടെ തന്നെ വെച്ചിട്ട് ബീറ്റനെയും ഗാമനെയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ബീറ്റനെ അവിടെ തന്നെ വെച്ച് ആൽഫനെയും ഗാമനെയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഗാമനെ അവിടെ തന്നെ വെച്ച് ആൽഫനെയും ബീറ്റനെയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ നമ്മൾക്ക് എത്ര റൂട്ട് ഉണ്ടായിക്കോട്ടെ അതിൽ ഏതെങ്കിലും 2 തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെയാണ് സിമെട്രിക് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ ഏതെങ്കിലും മൊത്തത്തിൽ ഇപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ അങ്ങനെ നീണ്ട് എത്ര റൂട്ട്സ് ഉണ്ടായിക്കോട്ടെ ആ മൊത്തത്തിലെ എല്ലാ റൂട്ട്സും നമ്മൾ അതിൽ ഏതെങ്കിലും 2 അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ബീറ്റിനെ അവിടെ വെച്ച് ആൽഫനെയും ഗാമനെയും തമ്മിൽ മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുക? γ², β², α². മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാവുന്നതാണ്. വീണ്ടും അത് തന്നെ അല്ലേ, ഈക്വൽ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 മാത്രം ഇൻ്റർചേഞ്ച് ചെയ്താൽ വ്യത്യാസം വരാത്ത ഫംഗ്ഷനെ സിമെട്രിക് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട്സ് എന്ന് വിളിക്കും. അതായത് എഫ് ഓഫ് ആൽഫ 1, എഫ് ഓഫ് ആൽഫ 2 എക്സെട്രാ ആൽഫ n, അതായത് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ എണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ n രണ്ടും സെയിം മീനിങ് ആണ്. അപ്പം നമ്മൾക്ക് എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ n അതെന്താണ്? സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ n. ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ എന്നിൻ്റെ സിമെട്രിക് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ആൽഫ 1, എഫ് ഓഫ് ആൽഫ 2 എക്സെട്രാ എഫ് ഓഫ് ആൽഫ n. ഇത് ജസ്റ്റ് തിയറിയാണ്. ഇനി നമുക്ക് ഇതൊന്നും മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഫിഷ്യൻസ് പഠിച്ചായിരുന്നു. അതിൻ്റെ ബേസിക്സ് അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇതിൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു ബേസിസിൽ ഇതിനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ n എത്ര എണ്ണം ഉണ്ടായിക്കോട്ടെ അതിൽ ഏതെങ്കിലും 2 തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും നമ്മുടെ ഫംഗ്ഷന് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ അതിനെ സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്രാ ആൽഫ n എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിനി അറിയാവുന്ന കാര്യങ്ങളിലേക്ക് പോകാം. റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഫിഷ്യൻസ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നത് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ S1
S1 അതായത് 3 ഡിഗ്രി 3 ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമുക്ക് എത്രയേ ഉണ്ടാവുള്ളൂ? 3 റൂട്ടേ ഉണ്ടാവുള്ളൂ, ആൽഫ ബീറ്റ ഗാമ. അങ്ങനെയാണെങ്കിൽ S1 എന്ന് പറയുന്നത് അത് 3ൻ്റെയും തമ്മിലുള്ള സം. S2 എന്ന് പറയുന്നത് പിന്നെ കൂടി വരും. അതായത് ഇത് അറ്റ് എ ടൈം വൺ പ്രൊഡക്റ്റ് മാത്രം, അതായത് ഒന്നിൻ്റെ മാത്രം തമ്മിൽ ആഡ് ചെയ്ത് പോകുന്നു. ഇത് അറ്റ് എ ടൈം രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് പോകുന്നു. ഇത് അറ്റ് എ ടൈം 3 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ മാക്സിമം 3 റൂട്ടേ ഉള്ളൂ, അതുകൊണ്ട് ആൽഫ ബീറ്റ ഗാമ ഇവിടെ ഇത് തീരും. നേരെ മറിച്ച് നമുക്കറിയാം ഇവിടെ ഡിഗ്രി 4 ആയിട്ടുള്ളതിന് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇവിടെ S3 ആണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ വീണ്ടും ഇങ്ങനത്തെ 3 എണ്ണത്തിൻ്റെ കുറച്ച് ടേംസ് ഉണ്ടാവും. പിന്നെ S4ലാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ S1 S2 S3 എന്തായിരുന്നു റിലേഷൻ ബിറ്റ്വീൻ ഇത് റൂട്ട്സ് കോഎഫിഷ്യൻസ് തമ്മിലുള്ള ബന്ധം എന്താ? അതായത് നമ്മളുടെ മൈനസ് ഓഫ് ദിസ് വൺ ഡിവൈഡഡ് ബൈ നമ്മുടെ ഫസ്റ്റിലെ ഡിഗ്രീൻ്റെ തൊട്ടിപ്പുറത്തെ കോഎഫിഷ്യൻ്റ് ഇവിടെ ആണെങ്കിൽ -A1/A0, ഇവിടെ A2/A0, ഇവിടെ -A3/A0. ആൾട്ടർനേറ്റീവായിട്ട് മൈനസ് വരും എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് റിട്ടേൺ ചെയ്ത് വന്നാൽ മതി. നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന ഡിഗ്രി 3 ആയിട്ടുള്ളതിൻ്റെ S1 S2 S3, ഡിഗ്രി 4 ആയിട്ടുള്ളതിൻ്റെ S1 S2 S3 S4. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിഗ്രി 3 ആയിട്ടുള്ളതിൻ്റെ ഇതിൻ്റെ 3 അറിയണം. ഡിഗ്രി 4 ആയിട്ടുള്ളതിൻ്റെ ഇതിൻ്റെ 2, ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് ഇപ്പം നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, അതായത് ഈ ഒരു സിമെട്രിക് ഫങ്ഷൻസ് ഓഫ് ദ റൂട്ട് വരുമ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്നതിന് പകരം ഇതിനെ നമുക്ക് സമ്മേഷൻ ഇട്ടിട്ട് ചുരുക്കി എഴുതാം. അതെങ്ങനെയാണ്? ഇതിനെ ചുരുക്കി സമ്മേഷൻ ആൽഫ എന്ന് വിളിക്കാം, ഇതിനെയും സമ്മേഷൻ ആൽഫ എന്ന് തന്നെ വിളിക്കാം. അതായത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ എത്ര തന്നെ പോയിക്കോട്ടെ, അതായത് നമ്മുടെ ആൽഫ 1 ആൽഫ 2 അങ്ങനെ എത്ര പോയിക്കോട്ടെ, അതിനെ നമ്മൾ ചുരുക്കി എത്ര ആ ഒരു ലൈന് നീണ്ടു പോകുന്നു അതിനെ സമ്മേഷൻ ആൽഫ എന്ന് വിളിക്കും. അതുപോലെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ആൽഫ ബീറ്റ, ഇവിടെ അതുപോലെ സമ്മേഷൻ ആൽഫ ബീറ്റ എന്ന് വിളിക്കാം. പിന്നെ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആൽഫ ബീറ്റയ്ക്ക് പകരം സമ്മേഷൻ ബീറ്റ ഗാമ തന്നാലും ഇതേ മീനിങ് ആണ്. അതിൻ്റെ ഓർഡറിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സമ്മേഷൻ ബീറ്റ ഗാമ എന്ന് തന്നാലും സമ്മേഷൻ ഗാമ ആൽഫ എന്ന് തന്നാലും ഒക്കെ എന്ത് തന്നെയാണ്? ഈ 3 എണ്ണം ഡിഗ്രി 3 ആണെങ്കിൽ ഈ 3 എണ്ണം, ഡിഗ്രി 4 ആണെങ്കിൽ ഈ 4 എണ്ണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ആൽഫ ബീറ്റ എന്നോ സമ്മേഷൻ ബീറ്റ ഗാമ എന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ അനുയോജ്യമായിട്ട് വിളിക്കാം. ഇവിടെ സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ, സമ്മേഷൻ 3 എണ്ണേ ഉള്ളൂ, എന്നാലും നമ്മൾ അതിനെ വിളിക്കുക സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്ന് തന്നെയാണ്. ഇനി 4 എണ്ണം ഡിഗ്രി 4 ആയിട്ടുള്ളതിനും നമ്മൾ വിളിക്കുക സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? ഇത് സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് ഈ ഒരു ടേംസ് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഈ ഒരു ടേംസും അറിയണം. പിന്നെ നമ്മൾ 10th നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് പഠിച്ച കുറച്ച് തിയറംസ് ആയിരുന്നു. A+B² = A² + 2AB + B². അന്ന് അത് കാണാപ്പാടം പഠിക്കുമ്പോൾ ആർക്കും അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അതിനോടനുബന്ധിച്ചിട്ടുള്ളത് നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചു. അതുപോലെ ഇവിടെ നമുക്കൊരു 7 തിയറം, ഇതേപോലെ ഈ 7 ഒരു റിസൾട്ട്സ് നിങ്ങൾ ഒന്നിരുന്ന് കുറച്ച് ടൈം, ഒരു അരമണിക്കൂർ, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ്, അതായത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നവർക്ക് ഒരു 10-15 മിനിറ്റ്, ഇനി കുറച്ച് ടൈം എടുത്ത് ഗ്രാസ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ അതും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 റിസൾട്ട്സ് നിങ്ങൾ പഠിക്കാണ്ട് ആ റിസൾട്ടും ഈ ഒരു നൊട്ടേഷൻസും അറിയാമെങ്കിൽ ഈ ഒരു ഏരിയയിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മുടെ ഈ S1 S2 SN എന്താ? അതായത് R at a time, അതായത് SR എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ R at a time നമ്മൾ പ്രൊഡക്ട്സ് ആയിട്ട് എഴുതുന്നത്. ആൽഫ ഫസ്റ്റ് S1 ആണെങ്കിൽ 1 at a time ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, S2 ആണെങ്കിൽ 2 at a time ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ, S3 ആണെങ്കിൽ 3 at a time ആൽഫ ബീറ്റ ഗാമ. അങ്ങനെ നമ്മൾ R at a time നമ്മൾ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ സം എടുക്കുന്നതാണ് S1 S2. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എലിമെൻ്ററി സിമെട്രിക് ഫങ്ഷൻസ് ആണ്. അതായത് നമ്മൾ ഈ എഴുതിയ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ അല്ലെങ്കിൽ ആൽഫ ബീറ്റ അത് മാത്രമല്ല, അതുപയോഗിച്ച് നമ്മൾ അത് വെച്ചിട്ട് എന്തെന്നെ എഴുതിയാലും അതിനെയൊക്കെ നമുക്ക് നമ്മളുടെ പോളിനോമിയൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരിട്ടിട്ട് അതിനെ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഏതൊരു സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട് കിട്ടിക്കഴിഞ്ഞാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പോളിനോമിയൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഇതെന്താ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരുമായിരുന്നു. സോ ശ്രദ്ധിച്ചിരിക്കാം. ഈ സിമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് ദ റൂട്ട് ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ എടുക്കുന്ന പോളിനോമിയൽ ഇക്വേഷൻ്റെ എല്ലാം ഡിഗ്രി ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള കോഎഫിഷ്യൻ്റ്, അതായത് നമ്മൾ A0 x⁻n എന്നൊക്കെ പറഞ്ഞിരുന്നതിൽ A0 എപ്പോഴും 1 ആയിരിക്കും, വെറും x⁻n ആയിരിക്കും. ഇത് 1 ആയിരിക്കും. ഇത് 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ S1 S2 S3 ഡിനോമിനേറ്റർ 1 ആയിട്ട്
ഒരൊറ്റ ടേമായി മാറും. അതായത് S1 ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഡിഗ്രി 3 ആണെന്നുണ്ടെങ്കിൽ ആൽഫ ബീറ്റ ഗാമ 3 എണ്ണേ ഉള്ളൂ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -P1 എന്ന് പറയാം. ഡിഗ്രി 3 തന്നെ ആണെന്നുണ്ടെങ്കിൽ S2 ആണെങ്കിൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ, അത് P2 എന്ന് പറയാം. പിന്നെ അതുപോലെ S3 -P3, ഇവിടെ ഡിഗ്രി 1 ആയതുകൊണ്ട് തന്നെ -P1 P2 -P3 വീണ്ടും P4, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് ഇട്ട് പോയാൽ മതി. അപ്പം ഒന്നുകൂടി സിമിലറായി. ഇനി നമുക്ക് പഠിക്കേണ്ട ആ 7 റിസൾട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ള ആ 7 റിസൾട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 7 റിസൾട്ട്സിൻ്റെ LHS. RHS ഞാനിപ്പോൾ എഴുതാത്തത്, ഇപ്പോൾ ഞാനത് എടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനൊന്നും കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ പഠിച്ച രീതിയിൽ ഞാനത് ഈ LHSൻ്റെ ഓർഡർ, അതായത് ഇത് 1 by 1 ഇതിൻ്റെ ഓർഡർ ആദ്യം പഠിച്ചു. ഓർഡർ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് രണ്ടാമത്തതിന് ഉണ്ടാവുമ്പോൾ നമുക്കിതിൽ വല്ല കൺഫ്യൂഷൻ വന്നാൽ തൊട്ട് മുമ്പത്തത് നോക്കി എഴുതി പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഓർഡർ പഠിച്ചത്. എന്നിട്ട് അതിൻ്റെ RHS അതിനനുസരിച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിച്ചാലും മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇത് കണ്ടിട്ട് പേടിക്കേണ്ട. ഈ സമ്മേഷൻ ആൽഫ ഇതൊക്കെ നമ്മൾ വരുന്നത് ഏത് റിസൾട്ട്സ്, നമുക്ക് അറിയാവുന്ന റിസൾട്ട്സ് ഇതൊക്കെയാണ്. സമ്മേഷൻ ആൽഫ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, ഇനി എത്ര റൂട്ട്സ് ഉണ്ടോ അത്രയും ആ പ്ലസ് ചെയ്ത് പോകുന്നത് സമ്മേഷൻ ആൽഫ എന്നൊരു പേരിൽ അറിയും. 2 എണ്ണം അറ്റ് എ ടൈം പ്രൊഡക്റ്റ് എടുക്കുന്നത് ആൽഫ ബീറ്റ, സമ്മേഷൻ ആൽഫ ബീറ്റ അല്ലെങ്കിൽ ബീറ്റ ഗാമ എന്ത് പേരിൽ ഇട്ട് വിളിച്ചാലും അത് 2 അറ്റ് എ ടൈം പ്രൊഡക്റ്റാണ്. ഇനി സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ 3 അറ്റ് എ ടൈം സം എടുത്ത് പോയാൽ അത് ഇതിലും പെടും. അപ്പോൾ ഇതിത്രയും നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് ഇതിലെന്താ കിട്ടുന്നത്, RHS എന്താ വരുന്നത് എന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ സമ്മേഷൻ ആൽഫ സ്ക്വയർ വരുന്നത് സമ്മേഷൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. ഏകദേശം ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എന്നുള്ളതൊരു ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു അസംഷൻ കിട്ടും. ദ ഹോൾ സ്ക്വയർ ഇവിടെ കഴിഞ്ഞില്ല, ഇനി ഇതിനൊരു സെക്കൻഡ് മൈനസ് സംതിങ് ഇതിനെല്ലാത്തിനും വരുന്നുണ്ട്. അതിൽ ഒന്നിന് മാത്രം 3 ടേം വരുന്നുണ്ട്, ബാക്കി എല്ലാത്തിനും 1 ടേം മൈനസ് അതർ ടേം ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേന് സമ്മേഷൻ ആൽഫ ഹോൾ സ്ക്വയർ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടേം മൈനസ് നമ്മളിപ്പോൾ A പ്ലസ് ബി ഹോൾ സ്ക്വയർ A² മൈനസ് 2AB എന്ന് എഴുതൂലേ, അതുപോലെ ചെറുതായിട്ട് 2AB അല്ല, ഇവിടെ എല്ലാതും എഴുതുമ്പോഴും സമ്മേഷനാണ് ഇപ്പുറത്തുള്ളത്. ഇവിടെ എഴുതുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ സമ്മേഷൻ ഉണ്ട്. 2 എഴുതിയതിന് ശേഷം സമ്മേഷൻ ഇടാൻ മറക്കരുത്, സമ്മേഷൻ ഇടുക ആൽഫ ബീറ്റ. അപ്പോൾ സമ്മേഷൻ ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സമ്മേഷൻ ആൽഫ ബീറ്റ. വെറും ആൽഫ സ്ക്വയർ എഴുതിയപ്പോൾ ഇവിടെ എന്ത് വന്നു, ആൽഫ ബീറ്റ വന്നു. ഇനി അടുത്തത് LHSൽ നോക്കൂ, ഇവിടെ ആൽഫ സ്ക്വയർ ഇതിൻ്റെ കൂടെ ഒരു ടേം ആഡ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ നമ്മൾ 1 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 ആ ഒരു പാറ്റേൺ ഇതിൽ ചില രീതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ അതിൻ്റെ കൂടെ ഒരു ടേം ബീറ്റ സ്ക്വയർ ഇല്ല, അതിൻ്റെ കൂടെ ഒരു ടേം ബീറ്റ ആഡ് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ. ഇതതിൻ്റെ ഇടയിലൊരു ഓഡ് വൺ ഔട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആൽഫ സ്ക്വയർ ബീറ്റ, പിന്നെ കഴിഞ്ഞ് തേർഡ് വരുന്ന ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. അപ്പോൾ ഇത് വരെ ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ വെച്ച് ഇത് 3 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ, ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. നോക്കാം, ഇവിടെ വരുന്നത് ഇതിൽ ഈ ആദ്യത്തെ ഇതിലിപ്പോൾ ക്യൂബ് വന്നതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഓഡ് വൺ ആണ്. അപ്പോൾ ഈ ക്യൂബിലൊക്കെ കുറച്ച് ഡിഫറൻസ് വരും. ഈ 2 ക്യൂബിന് മാത്രമേ പ്രത്യേകത ഉണ്ട്. അല്ലാത്തതെല്ലാം ഇതിന് രണ്ടിനും ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്, അതിൻ്റെ ഇടയിൽ ഒരു ഓഡ് വൺ ഇതുണ്ട്. അപ്പോൾ അത് ഞാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഴുതുന്നത് എല്ലാത്തിനും ഇതുവരെയുള്ള, അതായത് ഫസ്റ്റത്തെ ഈ 4 ടേം വരെ അതിലെന്തായാലും ഒരു സമ്മേഷൻ ആൽഫ ഉണ്ട്. ഇവിടെ സമ്മേഷൻ ആൽഫ സ്ക്വയർ ആണ്, ഇതിവിടെ സമ്മേഷൻ ആൽഫ ഉണ്ട്, ഇതിലും ഒരു സമ്മേഷൻ ആൽഫ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിലും ഒരു ടേം കിട്ടിയില്ലേ, സമ്മേഷൻ ആൽഫ ഈ 4 ഉണ്ട്. അപ്പോൾ സമ്മേഷൻ ആൽഫ. ഇനി അടുത്തത് എന്തായിരിക്കും, അതായത് ഫസ്റ്റത്തത് ഇതുമായിട്ട് മാച്ച് ചെയ്യലാണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടേം ഫസ്റ്റ് ടേം എഴുതി, അതിൻ്റെ ഒരു വാല്യൂ പോലെ ഒരു സെക്കൻഡ് ടേം എഴുതി. അതുപോലെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് സമ്മേഷൻ ആൽഫ എഴുതി. ഇനി ആൽഫ സ്ക്വയർ ബീറ്റ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സമ്മേഷൻ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്ത് എഴുതുമ്പോഴും ഒരു ആൽഫ ബീറ്റയും കൂടി ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ കിട്ടില്ലേ. അപ്പോൾ സമ്മേഷൻ ആൽഫ ഇൻറ്റു സമ്മേഷൻ ആൽഫ ബീറ്റ. തീർന്നില്ല, നമ്മുടെ വാല്യൂ വരും ഇവിടെ 2 ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലേ ഇത്, 1 എണ്ണം കൂടിയില്ല ഇവിടെ. അപ്പോൾ 2ന് പകരം 3 കൊടുക്കുക. 3 കൊടുത്തിട്ട് ഇവിടെ എഴുതേണ്ടത് ആൽഫ ബീറ്റ ആണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ഒന്നും കൂടിയും കൂടിയില്ലേ, ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ, ഇവിടെ 2ക്ക് പകരം 3, സമ്മേഷൻ ആൽഫ ബീറ്റയ്ക്ക് പകരം ആൽഫ ബീറ്റ ഗാമ.
ഇതിൻ്റെ ഇടയിൽ എന്തിന് ഈ ഓഡ് വണ്ണിനെ കൊണ്ടുപോയി വെച്ചു, ഇതിനൊന്ന് ഒഴിച്ചു നിർത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് എഴുതിയാൽ പോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും കൂടി ഒരു അപ്ലിക്കേഷനാണ് ഈ ഇതിൽ മൂന്നാമത്തേൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നല്ല, ഇത് രണ്ടും കൂടി യൂസ് ചെയ്യും. അപ്പം നമുക്ക് ആൽഫ ക്യൂബിൻ്റെ സെക്കൻഡ് ടേം എന്താണെന്ന് അറിയില്ലെങ്കിൽ ആൽഫ ക്യൂബിൻ്റെ തൊട്ട് മുന്നത്തെ ടേം നോക്കിയാൽ മതി, അത് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മൾ സമ്മേഷൻ ആൽഫ ക്യൂബ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു സമ്മേഷൻ ആൽഫ ആദ്യത്തെ 4 ടേമിലുണ്ട്. സമ്മേഷൻ ആൽഫ പിന്നെ ആൽഫ ക്യൂബ് ആവാൻ നമ്മുടെ അടുത്ത് എന്താ വേണ്ടത്? സമ്മേഷൻ ആൽഫ സ്ക്വയർ. ആൽഫ സ്ക്വയറിൻ്റെ ആൽഫ അല്ലേ ആൽഫ ക്യൂബ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുവച്ചതാണ് രണ്ടാമത് ഇതിൽ വരുന്നത്. ഇനി സെക്കൻഡ് ടേം എന്താ? മൈനസ്. ഇവിടെ 2ഉം 3 ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ക്യൂബുള്ളത് നമ്മുടെ ക്യൂബുള്ളതിനൊന്നും എന്ത് വരില്ല, ഈ 2ഓ 3ഓ അങ്ങനത്തെ ഒരു നമ്പർ വരുന്നില്ല ഈ സമ്മേഷൻ ആൽഫ ക്യൂബിനും. അതുപോലെ ഇവിടെ ഒരു സമ്മേഷൻ ആൽഫ ക്യൂബ് ബീറ്റയും ഉണ്ട്. ഇതിന് രണ്ടിനും സെക്കൻഡ് ടേമിൽ ഇങ്ങനെ 2, 3, 4 അങ്ങനെ ഒരു നമ്പറും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. നേരെ സമ്മേഷൻ ഇട്ടിട്ട് ഇതെന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ തൊട്ട് മുമ്പത്തെ ടേം നോക്കുക, അതായത് ആൽഫ സ്ക്വയർ ബീറ്റ. അതാണ് നേരെ ഇതിൻ്റെ അടിയിൽ തന്നെ ഞാൻ എഴുതാൻ കാരണം. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ഇവിടെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തത് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇതറിയാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ എക്സാം ഒക്കെ തുടങ്ങുമ്പോൾ മറ്റേത് സൈഡിൽ എഴുതി വെച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ എഴുതി നോക്കിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഫസ്റ്റ് സമ്മേഷൻ ആൽഫ സ്ക്വയറും യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ആൽഫ സ്ക്വയർ ബീറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടേമിൽ എന്തായാലും ഒരു സമ്മേഷൻ ആൽഫ വരും ആദ്യത്തെ 4 ഞാൻ പറഞ്ഞു. ബാക്കി അപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതായത് ഇത് കിട്ടാൻ പിന്നെ എന്ത് വേണം എന്നുള്ളത് സമ്മേഷൻ ഇട്ട് എഴുതി കൊടുക്കുക. സെക്കൻഡ് ടേം ഒരു പാറ്റേൺ നോക്കി വെക്കുക. അപ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഈ പാറ്റേണിലല്ല പോകുന്നത്, പകരം ഈ ഒരു ടേമാണ് ഇവിടെ സെക്കൻഡ് ടേമായി വരുന്നത്. ക്യൂബിക് ടേംസിന് ഈ 2, 3, 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഇല്ല. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ഓഡ് വൺ ആണ്. ആ ഓഡ് വൺ അവിടെ തന്നെ നിൽക്കണ്ടേ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു അഡീഷനാണിത്. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ചെയ്തു പോകുമ്പോൾ 1, 2, 1, 2, 3 അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ മാത്രം, ഇവിടെ ആൽഫ സ്ക്വയർ ബീറ്റ, ഇവിടെ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ, ഒന്നും കൂടി എണ്ണം കൂടി. അപ്പോൾ ഇതിൻ്റെ അതേ പാറ്റേണിൽ വേണം ഇത് എഴുതാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സമ്മേഷൻ ആൽഫ ഇതിനും ആദ്യത്തെ ടേം ആയിട്ടുണ്ട്. സമ്മേഷൻ ആൽഫ കഴിഞ്ഞാൽ പിന്നെ ആൽഫ സ്ക്വയർ ബീറ്റ കിട്ടാൻ എന്തായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആൽഫ ബീറ്റ ഗാമ ഇൻറ്റു ആൽഫ അല്ലേ, ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ടേമായി. സെക്കൻഡിൻ്റെ ടേം ഈ ഒരു പാറ്റേണിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മൈനസ്. ഇവിടെ 2 വന്നു 3 വന്നു, ഇപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ആൽഫ ബീറ്റ മാത്രം, ഇവിടെ ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഇവിടെ എന്ത് വരും? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇതുവരെ കിട്ടി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഒരു ലൈൻ വരച്ചോളൂ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ അടുത്ത പാറ്റേണും മനസ്സിലാവും. ഇനി ഇത് 1, ഇത് 1, 2, ഇത് 1, 2, 3 പറഞ്ഞു. പക്ഷേ ഈ ഒരു പാറ്റേൺ ഇവിടെ അവസാനിച്ചു. ഇനി വേറൊരു പാറ്റേൺ നോക്കുക. ഇവിടെ ആൽഫ സ്ക്വയർ, അതായത് പിന്നെ ഈ ഒരു സെക്കൻഡിനെ തന്നെ വേരിയേഷൻ വരുത്തിയതാണ് ഈ രണ്ടെണ്ണം. അതായത് ഈ സെക്കൻഡ് ആൽഫ സ്ക്വയർ ബീറ്റ അവിടെ ബീറ്റയിൽ അവസാനിച്ചു. ബീറ്റൻ്റെ കൂടെ ഇവിടെ ഗാമ ഇട്ട് കൊടുത്ത് വെച്ചാൽ ഇവിടെ ഈ ബീറ്റയ്ക്ക് ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കുക, ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇവിടെ ആൽഫ സ്ക്വയർ മാത്രം ബീറ്റ. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ആൽഫ സ്ക്വയർ ഒരു ബീറ്റയും കൂടെ ബീറ്റ സ്ക്വയർ. ഇവിടെ നമ്മൾ ഇതുവരെയുള്ളൂ സമ്മേഷൻ ആൽഫ എന്തായാലും ഒരു ടേം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് സമ്മേഷൻ ആൽഫ ഒരു ടേമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 4 സമ്മേഷൻ ആൽഫ എന്തായാലും ഒരു ടേം എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയറിന് മാത്രം പ്രത്യേകതയാണ് ഇതിനൊക്കെ 2 പോർഷനുള്ളൂ, ഒരു ടേം മൈനസ് അതർ ടേം. പിന്നെ എല്ലാത്തിനും അങ്ങനെ 2 ടേം ഉള്ളൂ. പക്ഷേ ഈ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയറിന് മാത്രം 3 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 ടേംസ് എങ്ങനെ ഓർത്ത് വയ്ക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇത് ഏതാന്ന് ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സെക്കൻഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആൽഫ സ്ക്വയറിൻ്റെ കൂടെ ഒരു ബീറ്റയും കൂടി കൂടുമ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. പക്ഷേ ഇത് പിന്നെ ഒറിജിനലി നമ്മൾ റിലേറ്റഡ് ടു 1 ആണ് ഈ ആൽഫ സ്ക്വയറുമായിട്ട്. നമ്മൾ സമ്മേഷൻ ആൽഫ സ്ക്വയർ കിട്ടിയപ്പോൾ എങ്ങനെ എഴുതി? സമ്മേഷൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എങ്ങനെ വരും? സമ്മേഷൻ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സമ്മേഷൻ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ ഫസ്റ്റ് ടേം കിട്ടി. അപ്പോൾ 3 ടേം ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിലെ സെക്കൻഡ് ടേം എന്താണെന്ന് ഡൗട്ട് അടിക്കാതിരിക്കാൻ എന്തായാലും ഈ ഒരു ഇതിൽ പാറ്റേണിൽ ഓർത്ത് വയ്ക്കുക. ഇവിടെ ഒരു -2 സംതിങ് ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് -6 സംതിങ് ആണ്. ഇവിടെ 2, ഇവിടെ -6. ഇവിടെ ആണെങ്കിൽ 2, 3, 4 ആണ്. ഇവിടെ 2,
-6. അപ്പോൾ ഈ -2ൻ്റെ ഇപ്പുറത്തെ ടേം ഏതാണെന്ന് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ ഈ ഓർഡർ അപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ തൊട്ട് മുമ്പത്തതാണ് ആദ്യം എഴുതേണ്ടത്. അതായത് തൊട്ട് മുമ്പത്തത് ഈ 2ൻ്റെ തൊട്ടിപ്പുറത്ത് ആരാ സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ, ഇത് എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയത് അത് ഇവിടെ എഴുതാം. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ, അതായത് നമ്മുടെ ഈ പാറ്റേണിൽ 3 എണ്ണം കയറി വന്ന ആൾ അതിവിടെ എഴുതി. പിന്നെ നമ്മുടെ ഈ 6ൻ്റെ അപ്പുറത്ത് ആരെഴുതേണ്ടി വരും? ഈ 6ൻ്റെ ഇപ്പുറത്ത് സമ്മേഷൻ നമ്മൾ സാധാരണ ഇവിടെ എഴുതിയില്ലേ 4ൻ്റെ അപ്പുറത്ത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, സെയിം സാധനമാണ്. സോറി, ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ട് കേട്ടോ, സമ്മേഷൻ ഇടാൻ മറക്കരുത്. സോ ഇവിടെ 6 സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അപ്പോൾ ഇത്രയും ഇതിൽ വരും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ സിമ്പിളാണ്. ഫസ്റ്റത്തെ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഇതേ റൂൾ അപ്ലൈ ചെയ്ത് സമ്മേഷൻ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ. പിന്നെ -2 സംതിങ്ങും -6 സംതിങ്ങും ഉണ്ട്. ആ സംതിങ് ഓർക്കാതിരിക്കാൻ തൊട്ട് മുമ്പത്തെ LHS അറിയുന്നുണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലൈ ചെയ്യുക. -6 അത് ഇവിടെ ഇത് നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റയിൽ അവസാനിച്ചതാണ്. ആ സെയിം സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഈ 6ൻ്റെ കൂടെയാണ് ഇവിടെ വരിക. ഇവിടെ 4ൻ്റെ കൂടെ ആണെങ്കിൽ ഇവിടെ 6ൻ്റെ കൂടെ, അതിൻ്റെ ഇടയിൽ ഒരു -2 വെച്ചിട്ട് ഇതും വരും. സോ ഓർത്തോർത്ത് വയ്ക്കുക. ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പോൾ കണ്ട അയ്യോ അതെന്താണെന്ന് തോന്നിപ്പോവും. എനിക്ക് തന്നെ അത് കണ്ടിട്ട് എന്താ തോന്നിപ്പോയിരുന്നു. പക്ഷേ ഈ ഒരു ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു ഇത്തിരി ടൈം ഒരു 10-15 മിനിറ്റ് ഇരുന്ന് സ്പെൻഡ് ചെയ്ത് 2-3 തവണ ഈ ഒരു റിലേഷൻ വെച്ച് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് താറമായിട്ട് പഠിക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചില്ലേ, അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ റിലേഷൻ കാണുമല്ലോ. അതായത് ഇവിടെയൊക്കെ സമ്മേഷൻ ആൽഫ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിന് വേറൊരാളാണ്. ഈ ക്യൂബ് വരുന്നതും ഞാനൊരു ഓർഡർ കേസ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറയാം. അപ്പം ഇതിൽ സമ്മേഷൻ ആൽഫ 4 ഇതിൽ 2 സമ്മേഷൻ ആൽഫ ബീറ്റയുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് എടുത്ത ടേം എന്താണെന്ന് ഉറപ്പായി, സമ്മേഷൻ ആൽഫ ബീറ്റയാന്ന് ഉറപ്പായി. സമ്മേഷൻ ആൽഫ ബീറ്റ കിട്ടി. ഇനി ആൽഫ ബീറ്റ ആൽഫ ക്യൂബ് ബീറ്റ ആണെങ്കിൽ എന്ത് വേണം? സമ്മേഷൻ ഒരു ആൽഫ സ്ക്വയറും കൂടി വേണ്ടേ? അപ്പോൾ സമ്മേഷൻ ആൽഫ സ്ക്വയർ, അത് നമ്മുടെ ഫസ്റ്റ് എത്തത് സമ്മേഷൻ ആൽഫ ബീറ്റ ഇൻറ്റു സമ്മേഷൻ ആൽഫ സ്ക്വയർ ആയി. ഇനി ഇപ്പുറത്ത് മൈനസ് സംതിങ് ഇല്ലേ, മൈനസ് ഇവിടെ നമ്പർ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ആൽഫ ക്യൂബുള്ള ഈ 2 സെക്കൻഡ് ടേം എഴുതുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ ആ ഓഡ് കേസ് എന്ന് എടുത്ത് പറയാൻ കാരണം. ഈ 3 വരുന്ന കേസസിൽ രണ്ടാമത് സെക്കൻഡ് ടേം എഴുതുമ്പോൾ നമ്പർ ഏതാണെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, അവിടെ നമ്പർ ഇല്ല. പിന്നെ ഈ ടേം ഏതാണെന്ന് ആലോചിക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ ടേം എന്നല്ല, ഇത് നമ്മൾ 2 എണ്ണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം. അതായത് ഇതിൽ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്തു, അതുപോലെ അടുത്ത ഈ സമ്മേഷൻ ആൽഫ ക്യൂബ് ബീറ്റയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നേരെ നമ്പറൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ -2 ഇട്ടിട്ടായിരുന്നു ഇത് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് 6 ഇട്ടിട്ട് വേറൊരു ടേം എഴുതി. അപ്പോൾ ഇവിടെ -2 ഇട്ട് എഴുതിയ ഈ ഒരു സംഭവം ക്യൂബിൻ്റെ കേസിൽ വരുമ്പോൾ നമ്പറൊന്നും ഇല്ലാതെ തന്നെ നേരെ ഈ ഒരു LHS എടുത്ത് എഴുതാം, സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. അതായത് ആൽഫ സ്ക്വയറിൻ്റെ കൂടെ 2 എണ്ണം അഡീഷണൽ ആയിട്ട് വന്നത്. ഇനി ആൽഫ റേസ് ടു 4 ആണ്. ഈ ആൽഫ റേസ് ടു 4ഉം നമ്മുടെ ഫസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സമ്മേഷൻ ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എന്തായിരിക്കും? ഇതും ഞാൻ പറഞ്ഞു ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല, ഇതൊരു ഓഡ് 1 ആണ്. സോ മൈനസ് ഇവിടെ വരുന്നത് 2 സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ടേം ഇതിലും പറയാൻ പറ്റില്ല, ഇതിലും പറയാൻ പറ്റില്ല. തൊട്ട് മുമ്പത്തെ ടേം അല്ല ഇതിൽ യൂസ് ചെയ്തത് ഇയാളെയാണ്, അതുപോലെ ഇതിൽ യൂസ് ചെയ്തത് ഇയാളെയുമാണ്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആദ്യം ഉണ്ടാവും, എഴുതി പഠിച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ. കൂട്ടത്തിൽ ഓഡായിട്ടുള്ളത് ഇവർ 2 പേരും, അതായത് സെക്കൻഡ് ടേമിന് നമ്പർ ഇല്ലാത്തത്. ഇവിടെ 2, 3, 4 ഫസ്റ്റത്തെ 4 ഞാൻ തരം തിരിച്ച് പറഞ്ഞു. ഫസ്റ്റത്തെ 4 സമ്മേഷൻ ആൽഫ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ -2, ഇവിടെ -6, അതായത് ഈ ഒരു ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയറിന് മാത്രം 3 ടേം ഉണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിനൊക്കെ 2 ടേം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഇത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത പോർഷൻ, അതായത് P1² - 2P2 എന്നൊക്കെ പറഞ്ഞ പോർഷൻ വേണമെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അത് എഴുതി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും അതിനെ നമുക്ക് ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും.
ഇതൊരു പ്രോബ്ലമാണ്, വളരെ സിമ്പിളാണ്, വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് അതിൽ ഇത് രണ്ടും മാത്രമേ നമ്മൾ ഐഡൻറ്റിറ്റിയിൽ പഠിച്ചിട്ടുള്ളൂ. ഇത് ഐഡൻറ്റിറ്റിയിൽ പഠിച്ചില്ലല്ലോ എന്ന് കരുതി നോക്കണ്ട. നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് ആദ്യം എഴുതി വെക്കുക. അതായത് ഐഡൻറ്റിറ്റീസ് എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കറിയാവുന്ന സമ്മേഷൻ ആൽഫ, സമ്മേഷൻ ആൽഫ ബീറ്റ ഒക്കെ എഴുതാം. സമ്മേഷൻ ആൽഫ എന്താ? മൈനസ് ഓഫ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ, അതായത് -p/1 - p. ഇവിടെ ആൽഫ ബീറ്റ എന്താ? തേർഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ q/1 q. ഇവിടെയോ -r/1 -r. അപ്പോൾ ഇവിടെ ആകെ ഡിഗ്രി 3 ആണ്, മാക്സിമം 3 റൂട്ടേ ഉണ്ടാവുള്ളൂ. ആൽഫ ബീറ്റ ഗാമ 3 റൂട്ടേ ഉള്ളൂ ഡിഗ്രി 3 ആണെങ്കിൽ, അത് നമുക്കറിയാം. അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇനി ഇത് വെച്ചിട്ട് ഇത് ഓരോന്ന് എങ്ങനെ കാണുന്നത് നോക്കാം. സിമ്പിളാണ്, നോക്കാം. ഇതിൻ്റെ സമ്മേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? സമ്മേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ = -p. ഇതിൻ്റെ സമ്മേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ = q. ഇതിൻ്റെ സമ്മേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ = -r. ഇതിന് പിന്നെ അങ്ങോട്ട് ടേം ഇല്ലല്ലോ, ആകെ 3 അല്ലേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് കേസ് എന്താ? സമ്മേഷൻ 1/ബീറ്റ ഗാമ. സമ്മേഷൻ ഒഴിവാക്കി എന്ത് വരും? 1/ബീറ്റ ഗാമ പ്ലസ് 1/ഗാമ ആൽഫ പ്ലസ് 1/ആൽഫ ബീറ്റ. 3 ഉള്ളൂ, ഇത്രേ വരുള്ളൂ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ഒരു 3 നമുക്ക് അറിയാവുന്നത്, ഇതിൻ്റെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാൻ നോക്കാം. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിനെ ഫുള്ള് എനിക്ക് ഏതെങ്കിലും ഒരു ടേമാക്കി മാറ്റണം. നമ്മൾ സാധാരണ LCM എടുക്കുമല്ലോ, ഏതെങ്കിലും ഒരു എല്ലാ ഡിനോമിനേറ്ററിനും കൂടി ഒറ്റ ഒന്നാക്കണം. അപ്പോൾ കോമൺ ആയിട്ട് ആൽഫ ബീറ്റ ഗാമ, നമുക്ക് ഈ ഒരു സംഭവം അറിയാമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇതിനെല്ലാം കൂടി ആൽഫ ബീറ്റ ഗാമ ആക്കണമെങ്കിൽ ഇതിനെങ്ങനെ മാറ്റണം? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1 ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ആൽഫ ബൈ ആൽഫ, ബീറ്റ ബൈ ബീറ്റ, ഗാമ ബൈ ഗാമ × 1 ഫോമിലല്ലേ ഇത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ആൽഫനെ മാത്രം ഈ ഡിനോമിനേറ്ററിലേക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ന്യൂമറേറ്റർ എല്ലാം കൂടി ആഡ് ചെയ്തെഴുതാൻ പോവാണ്. ഇങ്ങനെ കിട്ടി. ഇനി ഡിനോമിനേറ്റർ എല്ലാതും സെയിം അല്ലേ, അപ്പോൾ ഒന്നിച്ചെഴുതിക്കൂടെ? അപ്പോൾ എന്ത് വന്നു? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ ഗാമ. ഇത് നമുക്ക് അറിയുന്നതല്ലേ. ഇതെന്താ? ഫസ്റ്റ് ചെയ്തത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ -p. ആൽഫ ബീറ്റ ഗാമ എന്താ? -r. സോ എന്ത് വരും? -p ഡിവൈഡ് ബൈ -r, p/r. ഫസ്റ്റ് കേസ് ആയില്ലേ, വളരെ സിമ്പിൾ. ഇനി സെക്കൻഡ് കേസ് നോക്കാം. സമ്മേഷൻ 1/ആൽഫ. സമ്മേഷൻ ഒഴിവാക്കി എങ്ങനെ വരും? 1/ആൽഫ പ്ലസ് 1/ബീറ്റ പ്ലസ് 1/ഗാമ. ഇതിനെയും നേരത്തെ ചെയ്ത അതേ മെത്തേഡ് 3നെയും കൂടി ഒരു ഡിനോമിനേറ്റർ ആക്കണം. മൊത്തത്തിൽ ആൽഫ ബീറ്റ ഗാമ ഇതേപോലെ ഡിനോമിനേറ്റർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആൽഫ ഉണ്ട്, ഡിനോമിനേറ്ററിന് എന്താ കുറവ്? ബീറ്റയും ഗാമയും. അപ്പോൾ ഞാനൊരു ബീറ്റ ഗാമ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു × 1 ആ ഒരു ഫോമിൽ. ഇവിടെ ബീറ്റ ഉണ്ട്, അപ്പോൾ ഒരു ആൽഫ ഗാമ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഗാമ ഉണ്ട്, അപ്പോൾ ഒരു ആൽഫ ബീറ്റ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. എഫക്റ്റ് സെയിം അല്ലേ, × 1 അല്ലേ. ഇനി ഇതിനെ മൊത്തത്തിൽ ആൽഫ ബീറ്റ ഗാമ എന്ന് ഡിനോമിനേറ്റർ ചെയ്ത് എഴുതാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ ഡിനോമിനേറ്റർ 3ൻ്റെ സെയിം ആണ്. സോ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ ഗാമ. ഇപ്പം നമുക്കിതിൽ ന്യൂമറേറ്റർ അറിയില്ലേ? ഇത്. ഡിനോമിനേറ്റർ അറിയില്ലേ? ഇത്. അതായത് q/-r. q/-r = -q/r. ഇതാണ് അടുത്ത കേസ്. സമ്മേഷൻ ആൽഫ സ്ക്വയർ. ഇത് നമ്മൾക്ക് സത്യത്തിൽ ചെയ്യാൻ വേറെ ഇതിനെ ഡെവലപ്പ് ചെയ്യൊന്നും വേണ്ട, കാരണം നമുക്കിത് ഐഡൻറ്റിറ്റി നമ്മൾ ആ റൂൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് എക്സാമിനറെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരുമ്പോൾ ഈ സമ്മേഷൻ ഒഴിവാക്കിയിട്ട് അതൊന്ന് എഴുതി കാണിച്ചു കൊടുക്കുക. സമ്മേഷൻ ഒഴിവാക്കിയിട്ട് എഴുതിയാൽ ഇങ്ങനെ വരും. പിന്നെ നമുക്ക് ആൾറെഡി അറിയാവുന്നത് ഇതിൻ്റെ റൂള് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ ആ റൂൾ അപ്ലൈ ചെയ്ത് എഴുതാം. സമ്മേഷൻ ആൽഫ ഹോൾ സ്ക്വയർ -2 സമ്മേഷൻ ആൽഫ ബീറ്റ. സമ്മേഷൻ ആൽഫ എന്താ? -p. സമ്മേഷൻ ആൽഫ ബീറ്റ എന്താ? q. അപ്പോൾ എന്ത് വരും? ഒറ്റയടിക്ക് ഉത്തരമായി p² - 2q. ആകെ അറിയേണ്ടത് ഐഡൻറ്റിറ്റീസിന് പഠിക്കാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ. എക്സാമിനർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് അറിയിക്കാൻ വേണ്ടി ആദ്യം സമ്മേഷൻ ഒഴിവാക്കി ഒന്ന് എഴുതാം. ഇനി ഇത് ഇത്തിരി വലുതായതുകൊണ്ട് തെറ്റിപ്പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നേരെ നമുക്ക് ആൻസർ അറിയാൻ നമുക്ക് റൂൾ അറിഞ്ഞാൽ മതി. ആ റൂളിൽ നേരെ അപ്ലൈ ചെയ്യാം. റൂൾ പഠിച്ചപ്പോൾ രണ്ടാമത്തേതായിരുന്നു ഇത്. അതിലെന്തായാലും സമ്മേഷൻ ആൽഫ ഉണ്ടാവും എന്നറിയാം. ബാക്കിയുള്ളത് എഴുതി. രണ്ടാമത്തേതായതുകൊണ്ട് 2 കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് 3 എഴുതി. ആൽഫ ബീറ്റ ഗാമ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സമ്മേഷൻ ഒഴിവാക്കിയിട്ട് എഴുതാം. ഈ സ്റ്റെപ്പിലെങ്കിലും ആൻസറിലെത്താം കേട്ടോ. പക്ഷേ ഇത് ജസ്റ്റ് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ലോ. ഒരു സമ്മേഷൻ ഒഴിവാക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഇതിൽ അപ്ലൈ ചെയ്തൂടെ? സമ്മേഷൻ ആൽഫ എന്താ? -p. സമ്മേഷൻ ആൽഫ ബീറ്റ എന്താ? q. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്താ? -r. അപ്ലൈ ചെയ്യാം. -p × q -3 × -r. 3r - pq. സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് പ്രോബ്ലം എക്സ് റേസ് ടു 4 പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0. ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്. ഡിഗ്രി 4 എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര റൂട്ട് ഉണ്ടാവും? 4 റൂട്ട്സ്. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ 4 റൂട്ടുകൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവ കാണലാണ്. സമ്മേഷൻ ആൽഫ സ്ക്വയർ, അതിന് നമുക്ക് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ റൂളിലുള്ളത് തന്നെയാണ്. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ അതും റൂളിലുണ്ട്. സമ്മേഷൻ ആൽഫ ക്യൂബ് ബീറ്റ അതും നമ്മൾ പഠിച്ച റൂളുണ്ട്. സമ്മേഷൻ ആൽഫ റേസ് ടു 4 അതും നമ്മുടെ റൂൾ. 5 സംഭവം നമ്മുടെ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയോ അതിനാദ്യം എഴുതി വെക്കണം. നമുക്ക് അറിയുന്നത് സമ്മേഷൻ ആൽഫ, സമ്മേഷൻ ആൽഫ ബീറ്റ, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, ഇത് 4 അപ്പോൾ അതൊക്കെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അറിയുന്നത് എഴുതണം. എന്തൊക്കെയാണ് അറിയുന്നത്? നമുക്ക് സമ്മേഷൻ ആൽഫ അറിയാം, -a/1 -a. സമ്മേഷൻ ആൽഫ ബീറ്റ അറിയാം, b/1 b. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ അറിയാം, -c/1 -c. പിന്നെ നമ്മുടെ സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ d/1 d. ഇത്രയും നമുക്കറിയാം. സമ്മേഷൻ ഒഴിവാക്കിയിട്ടൊന്ന് എഴുതിയാൽ, സമ്മേഷൻ ഒഴിവാക്കിയാൽ ഇങ്ങനെ കിട്ടും. ഇതൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല, കാരണം ഇതിൽ മൊത്തം നമ്മുടെ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റൂളിലൊക്കെ നമുക്ക് ഈ സമ്മേഷനുള്ള ടേംസ് അറിഞ്ഞാൽ മതി, സമ്മേഷൻ ഇല്ലാത്ത ടേംസ് അറിയണമെന്നില്ല. സോ ഇതോളൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യത്തത് സമ്മേഷൻ ആൽഫ സ്ക്വയർ. എന്തായിരുന്നു ഇക്വേഷൻ? സമ്മേഷൻ ആൽഫ ദ ഹോൾ സ്ക്വയർ -2 സമ്മേഷൻ ആൽഫ ബീറ്റ. അപ്പോൾ സമ്മേഷൻ ആൽഫ എന്താണ്? -a ആണ്. സമ്മേഷൻ ആൽഫ ബീറ്റ എന്താണ്? ബി ആണ്. അത് അപ്ലൈ ചെയ്ത് വരും -a ദ ഹോൾ സ്ക്വയർ -2b ഈക്വൽ ടു a സ്ക്വയർ -2b. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ആ ഐഡൻറ്റിറ്റി മാത്രം പഠിച്ചാൽ മതി. അടുത്തത് എടുക്കാം. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. ഇത് എത്രാമത്തെ ആയിരുന്നു? ആദ്യത്തെ വെറും സമ്മേഷൻ ആൽഫ സ്ക്വയർ, രണ്ടാമത്തത് അതിൻ്റെ കൂടെ ബീറ്റ കൂടിയത്, മൂന്നാമത്തത് അതിൻ്റെ കൂടെ ക്യൂബ് സമ്മേഷൻ ആൽഫ ക്യൂബ് ആയിരുന്നു, നാലാമത്തതായിരുന്നു ഇത് സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. അപ്പോൾ നമ്മുടെ നാലാമത്തത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വരും? ആദ്യത്തെ നാളത്തിൽ സമ്മേഷൻ ആൽഫ ഉണ്ടായിരുന്നു എല്ലാത്തിലും. അപ്പോൾ സമ്മേഷൻ ആൽഫ ഇൻറ്റു ബാക്കി എന്താ വേണ്ടത്? സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ മൈനസ് നമ്മുടെ ആദ്യം 2 പിന്നെ 3 ഓഡ് വൺ ഔട്ടാണ്, അതിനെ മാറ്റിയിട്ട് ബാക്കി 4 സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. അത് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ ഇതിൽ 3 ടേമുള്ള ഇതല്ല കേട്ടോ, ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയറിലാണ് 3 ടേമുള്ളത്, ഇതിലൊക്കെ 2 ടേമുള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ അപ്ലൈ ചെയ്യുക. സമ്മേഷൻ ആൽഫ എന്താ? -a. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്താ? -c. സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്താ? d. അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? -a × -c -4 × d. ac -4d എന്ന് കിട്ടി. ഇനി അടുത്തെന്താ? സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇത് നമ്മുടെ 5ാമത്തെ റൂളായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ തന്നെ ആയിരുന്നു 4ാമത്തെ ഇത് നമ്മൾ ചെയ്തത്. സോ 5ാമത്തെ എങ്ങനെയാണ് വന്നിരുന്നത്? ഇതിൽ 3 ടേം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം സമ്മേഷൻ ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു ഡൗട്ട് വന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 4ാമത്തെ ഇതാണെന്ന് നമുക്കറിയാവുന്ന ഷുവറാണ്. സോ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ -6, അതായത് 2 ടേം ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് -2 ഒന്ന് -6 ആയിരുന്നു. -6 ഇൻറ്റു സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. ഇനി ഇതിൽ ഓരോന്ന് അപ്ലൈ ചെയ്യുക. സമ്മേഷൻ ആൽഫ ബീറ്റ എന്താ? b. 2 സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ എന്താ? ഇപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയത് ac -4d. അത് കഴിഞ്ഞ് 6 ഇൻറ്റു സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ d. b സ്ക്വയർ -2 ഇൻറ്റു ac -4d -6d. അപ്പോൾ b സ്ക്വയർ -2ac + 2d എന്ന് കിട്ടും. അടുത്തതെന്താ? സമ്മേഷൻ ആൽഫ ക്യൂബ് ബീറ്റ. ഇതും ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഓഡ് വണ്ണാണ്. അപ്പോൾ ഈ ഓഡ് വണ്ണിൻ്റെ ഓർമ്മയുണ്ടല്ലോ. ഇത് രണ്ടിനും സമ്മേഷൻ ആൽഫ ബീറ്റ ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ സമ്മേഷൻ ആൽഫ ബീറ്റ ഒരു ടേം എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? സമ്മേഷൻ ആൽഫ സ്ക്വയർ. പിന്നെ നമ്മുടെ അടുത്ത ടേം എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതല്ല, ഇതിൻ്റെ മുമ്പത്തെ, അതായത് സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ. ഇത് 4, ഇത് 5, ഇത് 6ാമത്തെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ ഇവിടെ ഇത് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? b × a സ്ക്വയർ -2b -ac -4d. a സ്ക്വയർ b -2b സ്ക്വയർ -ac + 4d. ഇനി അടുത്തതാരാ? സമ്മേഷൻ ആൽഫ റേസ് ടു 4. ആൽഫ റേസ് ടു 4 നമ്മുടെ ഏറ്റവും അവസാനത്തെ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? സമ്മേഷൻ ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഇതിൻ്റെ തൊട്ട് മുമ്പത്തത് ആൽഫ ക്യൂബ് ബീറ്റയാണ്, അതിൻ്റെയും മുമ്പത്തെയാണ് സമ്മേഷൻ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടെ 2 ഉണ്ട്. ഈ 3 എന്ന ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ മാത്രമേ ഈ ഇപ്പുറത്തുള്ള നമ്പർ ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ. 2 കൂടെ ഉണ്ട്. പിന്നെ വെറുതെ ട്രിക്ക് ചെയ്യുന്നതാണ് 2 പവർ 4 ഇവിടെ 2 പവർ 4 വെറുതെ അങ്ങനെയൊക്കെ ഓർത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെറുതെ ഓർക്കാമെന്ന് മാത്രം. a സ്ക്വയർ -2b ദ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു b സ്ക്വയർ -2ac + 2d. ഇവിടെ a - b ഹോൾ സ്ക്വയർ ഡെവലപ്പ് ചെയ്തു. ഇവിടെ ഇത് ഉള്ളിക്കെടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു
ബാക്കി 4b² മൈനസ് 2b², 2b². ആൻസറായി. ഇനി ഈ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ഇങ്ങനൊരു സമ്മേഷൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് അറിയുമെങ്കിൽ ആ സമ്മേഷൻ ഒഴിവാക്കിയാൽ എന്ത് വരും എന്നുള്ളത് എഴുതാം. ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഈ 5 പ്രോബ്ലത്തിനും സമ്മേഷൻ ഒഴിവാക്കി എഴുതാൻ അറിയുമെങ്കിൽ അത് എഴുതുന്നത് നല്ലതാണ്. തെറ്റിക്കുമെങ്കിൽ ആദ്യം തന്നെ അങ്ങനെ തെറ്റെഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഒക്കെ എഴുതണമെങ്കിൽ എഴുതിയാൽ സ്റ്റെപ്പ് കൂടുമ്പോൾ മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. സോ അങ്ങനെ വിശദീകരിച്ച് അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ എഴുതാം. അല്ല നമുക്ക് നേരിട്ട് ആൻസർ ചെയ്യാൻ ഇത്രേ അറിയേണ്ടുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാനും ടൈം ലാഭത്തിനും വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റേ ക്വസ്റ്റ്യൻ്റെ പോലെ നമുക്ക് അറിയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ഇതിലവർ പ്രത്യേക സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് കാരണമാണ് ഇതിൽ നമുക്ക് ഈ ഫസ്റ്റിലെ ആൻസറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ. ഡിഗ്രി 3 ആണ്. നമുക്ക് ഈ പോളിനോമിയൽ ഇക്വേഷനിൽ തന്നെ ഫാക്ടർ ഫോമിൽ എഴുതിക്കൂടെ? എക്സ് മൈനസ് എത്ര റൂട്ട് ഉണ്ട് ഇതിൽ? ഡിഗ്രി 3 ആണ്. അപ്പോൾ മാക്സിമം 3 റൂട്ട്. അപ്പോൾ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഗാമ കൂടെ എന്തും കൂടി വേണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ഫാക്ടർ ഫോം എഴുതാം. അപ്പോൾ ഫാക്ടർ ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആൽഫ സ്ക്വയർ പ്ലസ് 1 ബീറ്റ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഗാമ സ്ക്വയർ പ്ലസ് 1 ഇങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ തന്നെ പോകണം. ആദ്യം നമ്മൾ ഇതിനെ ഫാക്ടർ ഫോമിൽ എഴുതണം. ഫാക്ടർ ഫോമിൽ എഴുതിയതിന് ശേഷം എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എക്സിന് 2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് പ്ലസ് ഐ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പിന്നെ മൈനസ് ഐ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് എക്സിന് പകരം ഐ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക: എ ഇൻറ്റു ഐ മൈനസ് ആൽഫ ഐ മൈനസ് ബീറ്റ ഐ മൈനസ് ഗാമ ഇസ് ഈക്വൽ ടു ഇവിടെ ഐ ക്യൂബ് എന്താ മൈനസ് ഐ ആണ്. അപ്പോൾ മൈനസ് എ ഐ സ്ക്വയർ എന്താണ് -1 ആണ്. അപ്പോൾ -3b പ്ലസ് 3c ഇവിടെ ഐ അതുപോലെ എഴുതി പ്ലസ് ഡി. ഇനി ഇതിന് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഐ മൈനസ് ആൽഫനെ ആൽഫ മൈനസ് ഐ എഴുതുമ്പോൾ ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വരും. ഐ മൈനസ് ബീറ്റനെ ബീറ്റ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വരും. ആ 2 മൈനസും കൂടി പ്ലസ് ആയിക്കോളും. പിന്നെ ഐ മൈനസ് ഗാമനെ ഗാമ മൈനസ് എഴുതുമ്പോൾ ഒരു മൈനസ് വരും. അപ്പോൾ ആ ഒരു മൈനസ് പെൻഡിങ്ങിൽ വരും. ആ മൈനസാണ് ഈ മൈനസ്. പിന്നെ ഇവിടെ നമ്മൾ -3b പ്ലസ് ഡീന് പകരം 3b മൈനസ് ഡി എന്ന് എഴുതി. പിന്നെ അതുപോലെ ഇവിടെ ഐ ഇൻറ്റു 3c മൈനസ് എ ഐക്ക് പകരം എ മൈനസ് 3c എഴുതി. അപ്പോൾ ത്രൂ ഔട്ട് ഇതിലൊരു മൈനസും വരും. 2 മൈനസ് കൂടി ക്യാൻസലായി ലാസ്റ്റിന് നമുക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ: എ ഇൻറ്റു ആൽഫ മൈനസ് ഐ ഇൻറ്റു ബീറ്റ മൈനസ് ഐ ഇൻറ്റു ഗാമ മൈനസ് ഐ ഈക്വൽ ടു 3b മൈനസ് ഡി പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് 3c. അതുപോലെ മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സിന് പകരമൊക്കെ മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: എ ഇൻറ്റു മൈനസ് ഐ മൈനസ് ആൽഫ മൈനസ് ഐ മൈനസ് ബീറ്റ മൈനസ് ഐ മൈനസ് ഗാമ. പിന്നെ അതുപോലെ ഇവിടെ ഐ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ നേരിട്ടിട്ട് ഐ ക്യൂബും ഐ സ്ക്വയറൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചെയ്തു. ഇവിടെ അതിന് പകരം ഫസ്റ്റ് ഞാനത് വെറുതെ മൈനസ് ഐ ആണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഓഫ് ഐ ഹോൾ ക്യൂബ് എന്ത് വരും? മൈനസ് ഐ ക്യൂബ് വരും. അപ്പോൾ മൈനസ് എ ഐ ക്യൂബ് പ്ലസ് 3b ഐ സ്ക്വയർ മൈനസ് ഐ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ വെറും ഐ സ്ക്വയറേ വരുള്ളൂ. ഇനി മൈനസ് ഐ അതുപോലെ ഇവിടെ -3c ഐ പ്ലസ് ഡി. ഇവിടെ എഴുതുമ്പോൾ ഇനി ഐ ക്യൂബിന് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഐ ക്യൂബ് എന്താ? മൈനസ് ഐ ആണ്. അപ്പം മൈനസ് ഐ ഇവിടുത്തെ മൈനസ് ഐ പ്ലസ് ഐ എ ഐ. പിന്നെ ഐ സ്ക്വയർ എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ -1 -3b. അതുപോലെ ഇവിടെ ഐ ഒന്നും ചെയ്യേണ്ട, അതുപോലെ ഇറക്കി എഴുതി പ്ലസ് ഡി. എന്നിട്ട് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു: -3b പ്ലസ് ഡി മൈനസ് ഐ ഇൻറ്റു എന്ന് വരുമ്പോൾ ഇതല്ലേ -3c ആയി. അപ്പം മൈനസിൻ്റെ കൂടെ ആര് വരണം? 3c. ഇപ്പോൾ -3c ആയി. മൈനസ് എ കൊടുക്കാൻ കാരണം മൈനസിൻ്റെ മൈനസ് പ്ലസ് എ ആയി. ശരിയായില്ലേ? അങ്ങനെ നമ്മൾ ആദ്യം റീഅറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റെപ്പിൽ ഞാൻ ഫൈനലി ഈ മൈനസിനെ ഒന്നും കൂടി ഒരു മൈനസ് തൊട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3b പ്ലസ് ഡിക്ക് പകരം 3b മൈനസ് ഡി. ഇവിടെ 3c മൈനസ് എക്ക് പകരം എ മൈനസ് 3c ആയി. ഇവിടെ നമ്മൾ ആ സെയിം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ ഒരു മൈനസ് തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ഐ ഗാമ പ്ലസ് ഐ. അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 2 ഇക്വേഷൻസ് കിട്ടും. ഈ സ്റ്റെപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ആയി തെറ്റണ്ട വിചാരിച്ചിട്ട് ഞാനൊന്ന് വിശദീകരിച്ച് എഴുതിയെന്നുള്ളൂ. നമുക്ക് ആവശ്യം ഈ ഒരു റിസൾട്ടും ഈ ഒരു 2 റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾക്ക് ഐയും മൈനസ് ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ 2 ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ ആൽഫ മൈനസ് ഐ ആൽഫ പ്ലസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്താ? -1 ആണ്. അപ്പോൾ
ആൽഫ സ്ക്വയർ മൈനസ് മൈനസ് 1 ആൽഫ സ്ക്വയർ പ്ലസ് 1, അതുപോലെ തന്നെ ബീറ്റ സ്ക്വയർ പ്ലസ് 1 ഗാമ സ്ക്വയർ പ്ലസ് 1. പിന്നെ ഈ സൈഡിലോ എ മൈനസ് 3c ഇൻറ്റു എ മൈനസ് 3c എന്താ എ മൈനസ് 3c ഹോൾ സ്ക്വയർ ഇൻറ്റു എന്നിട്ട് ഐ ഇൻറ്റു ഐ ഉണ്ട് എത്ര ഐ ഇൻറ്റു ഐ മൈനസ് ഓഫ് ഐ സ്ക്വയർ എന്നാൽ -1 മൈനസ് 1 എന്തായി പ്ലസ് ആയി. അപ്പോൾ ഇവിടുത്തെ ചിഹ്നകുമാരി എ മൈനസ് 3c ഹോൾ സ്ക്വയർ 3b മൈനസ് d ഹോൾ സ്ക്വയർ. ഇനി നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ആൽഫ സ്ക്വയർ പ്ലസ് 1 ബീറ്റ സ്ക്വയർ പ്ലസ് 1 ഗാമ സ്ക്വയർ പ്ലസ് 1 ഇതേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആരിൽ വേണ്ട എ സ്ക്വയർ വേണ്ട. അപ്പം നമുക്ക് എ സ്ക്വയറിനെ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസറായി ഇതെന്താണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് പാർട്ട് ഇതാണ്. ഇതിന് നമ്മൾ സമ്മേഷൻ്റെ ഫോമിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം. സമ്മേഷൻ്റെ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരും ബീറ്റ മൈനസ് ഗാമ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ, നടുവിൽ ഗാമ ഇവിടെ ആൽഫ ഇവിടെ ബീറ്റ ഒരു പാറ്റേൺ തന്നെയാണ് പോകുന്നത്. പിന്നെ അത് ഓർഡർ എങ്ങനെ ഫസ്റ്റ് ഏത് എഴുതിയാലും പ്രശ്നമല്ല, സമ്മേഷൻ എന്തിട്ടാലും സെയിം ആ കിട്ടുക. അപ്പോൾ നമ്മളിനി സമ്മേഷനല്ല, ഞാൻ ഈ ഒരു സംഭവം ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരാം. ഇതിനൊന്ന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ബീറ്റ ഗാമ മൈനസ് ബീറ്റ ആൽഫ പ്ലസ് ഗാമ ആൽഫ മൈനസ് ഗാമ സ്ക്വയർ, അതുപോലെ ഇവിടെ ഗാമ ആൽഫ മൈനസ് ഗാമ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ, ഇവിടെ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമ മൈനസ് ബീറ്റ സ്ക്വയർ. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ വെട്ടിപ്പോവാം. ഗാമ മൈനസ് ബീറ്റ ഗാമ വെട്ടിപ്പോയി, ബാക്കി ഇവിടെ ഒരു ബീറ്റ ഗാമ ഉണ്ട്. പിന്നെ ഇവിടെ മൈനസ് ആൽഫ ബീറ്റ, ഇവിടെ പ്ലസ് ആൽഫ ബീറ്റ വെട്ടിപ്പോയി, ബാക്കി ഇവിടെ ഒരു പ്ലസ് ആൽഫ ബീറ്റ ഉണ്ട്. പിന്നെ ഇവിടെ ഗാമ ആൽഫ, ഇവിടെ മൈനസ് ഗാമ ആൽഫ ഗാമ സെയിം ആണ്, അത് രണ്ടും വെട്ടിപ്പോയി, ബാക്കി ഇവിടെ ഒരു ഗാമ ആൽഫ ഉണ്ട്. അപ്പോൾ മൂന്നും ബീറ്റ ഗാമ പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് ഗാമ ആൽഫ മൈനസ് ഇവിടെ എന്തുണ്ട് മൈനസ് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ, മൂന്നെണ്ണത്തിനും മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് ദിസ് വൺ എന്ന് എഴുതാം. ഇത് നമുക്ക് അറിയാവുന്ന വല്ല ഫോമാണോ? അതെ, ഇത് സമ്മേഷൻ ബീറ്റ ഗാമ മൈനസ് സമ്മേഷൻ ആൽഫ സ്ക്വയർ അല്ലേ. ഇപ്പോൾ ഇതിനെല്ലാം കൂടി സമ്മേഷൻ കൊടുത്തെഴുതി. ഇവിടെ നമ്മൾ സമ്മേഷൻ കൊടുത്തെഴുതുമ്പോൾ സമ്മേഷൻ ബീറ്റ ഗാമ മൈനസ് സമ്മേഷൻ ആൽഫ സ്ക്വയർ എന്ന് എഴുതി. സമ്മേഷൻ ആൽഫ ഇവിടെ എന്താ മൈനസ് 3b/a, സമ്മേഷൻ ബീറ്റ ഗാമ അല്ലെങ്കിൽ ആൽഫ ബീറ്റ എന്താ കേട്ടത് എന്താ 3c/a, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ എന്താ മൈനസ് d/a. നമുക്കിവിടെ എന്താ ആവശ്യം സമ്മേഷൻ ബീറ്റ ഗാമയാണ്, അത് നമുക്കറിയാം 3c/a. പിന്നെ സമ്മേഷൻ ആൽഫ സ്ക്വയർ എന്താ, അത് നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യണം. സമ്മേഷൻ ആൽഫ സ്ക്വയറിന് പകരം സമ്മേഷൻ ആൽഫ അത് ഹോൾ സ്ക്വയർ മൈനസ് 2 സമ്മേഷൻ ആൽഫ ബീറ്റ എന്ന് എഴുതി. സമ്മേഷൻ ആൽഫ ബീറ്റ അതുപോലെ സമ്മേഷൻ ബീറ്റ ഗാമ സമ്മേഷൻ ഗാമ ആൽഫ ഒക്കെ എഴുതിയാലും എന്ത് തന്നെയാണ് ഈക്വലാണ്. അപ്പോൾ സമ്മേഷൻ ആൽഫ ബീറ്റയും ഈ ബീറ്റ ഗാമയൊക്കെ ഈക്വലാണ്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് 2, അപ്പോൾ 1 പ്ലസ് 2 അപ്പോൾ എത്രയായി 3 ബീറ്റ ഗാമ അല്ലെങ്കിൽ 3 ആൽഫ ബീറ്റ എന്നൊക്കെ ഇതിന് എഴുതാം. 3 സമ്മേഷൻ ബീറ്റ ഗാമ മൈനസ് സമ്മേഷൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. ഇനി അപ്ലൈ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ 3 × 3c/a മൈനസ് 3b/a ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 9c/a മൈനസ് 9b² സ്ക്വയർ. നമ്മൾക്ക് രണ്ടും a സ്ക്വയർ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഒരു a/a ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും a സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. 9 ഔട്ട് സൈഡ് എടുത്തു, 9 × ac മൈനസ് b². ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നിർത്താം, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രം. അടുത്തതൊരു പ്രൂവ് ക്വസ്റ്റ്യൻ ആണ്. x³ + px + q = 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/5 സമ്മേഷൻ ആൽഫ റേസ് ടു 5 = 1/6 സമ്മേഷൻ ആൽഫ ക്യൂബ് ഇൻറ്റു സമ്മേഷൻ ആൽഫ സ്ക്വയർ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് എഴുതാം. നമുക്ക് സമ്മേഷൻ ആൽഫ ബീറ്റ ഒക്കെ അറിയാലോ, അത് ആദ്യം എഴുതാം. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ x³ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു x² ടേം വരണം, പിന്നെ x പിന്നെ q. ഇവിടെ x² ടേം വന്നിട്ടില്ല. അപ്പോൾ നേരിട്ടിട്ട് നമ്മൾ ആൽഫയും ആൽഫ ബീറ്റയൊക്കെ ഇതിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പോൾ x³ ആണ്, ഡിഗ്രി 3 ആണ്. ഡിഗ്രി 3 ആണെങ്കിൽ നമുക്ക് മാക്സിമം എത്ര റൂട്ടേ പാടുള്ളൂ? 3 റൂട്ട്. ആരൊക്കെയാണ്? ആൽഫയും ബീറ്റയും ഗാമയും. മാക്സിമം അത്ര റൂട്ടേ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ x² ടേം ഇവിടെ ആബ്സെൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? x² കോഎഫിഷ്യൻറ്റ് 0 ആണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ സമ്മേഷൻ ആൽഫ എങ്ങനെ കാണുക? 0/1 0. സമ്മേഷൻ ആൽഫ ബീറ്റയോ p/1 p. ഇവിടെ -q/1 -q. അപ്പോൾ നമ്മുടെ 3 റൂട്ടേ ഉള്ളൂ, ഇത്രേ വരുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്
നമ്മുടെ ഈ ആൽഫയും ബീറ്റയും ഗാമയൊക്കെ ഇതിൻ്റെ റൂട്ടാണല്ലോ. അതായത് ഈ വാല്യൂസൊക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഈക്വൽ ടു 0 തന്നെ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ആൽഫ എന്ന വാല്യൂ ഇതിൽ കൊടുത്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ബീറ്റ എന്ന വാല്യൂ എക്സിന് പകരം കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടും. ഗാമ എന്ന വാല്യൂ എക്സിന് പകരം കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടും. ആ 3 ഇക്വേഷനും ഒന്ന് എഴുതി നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ x³ + px + q = 0. അങ്ങനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അതിന് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത്. ആ ഒരു ഇതിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും കിട്ടിയ ഈ 2ഉം 3ഉം 4ഉം കൂടി 3ഉം കൂടി ആഡ് ചെയ്തെഴുതാൻ പോവാണ്. ഇത് 3ഉം കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? α³ + β³ + γ³ പ്ലസ് p ആൽഫ പ്ലസ് p ബീറ്റ പ്ലസ് p ഗാമ, അതായത് p × ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ q പ്ലസ് q പ്ലസ് q3 പ്ലസ് 3q = 0. ഇതിന് നമ്മളിനി സമ്മേഷൻ ഇട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? സമ്മേഷൻ α³ എന്നോ സമ്മേഷൻ β³ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത് α³ ആണ്. അപ്പോൾ നമ്മൾ വിളിക്കേണ്ടതും ഈ ഒരു ഇതിലേക്കാണ്. അപ്പോൾ ഇത് സമ്മേഷൻ α³ ആയിരിക്കും, ഇത് നമ്മുടെ സമ്മേഷൻ ആൽഫ. സമ്മേഷൻ α³ പ്ലസ് p സമ്മേഷൻ ആൽഫ പ്ലസ് 3q = 0. ഇതിൽ നമുക്ക് സമ്മേഷൻ α³ ഇപ്പം അറിയില്ല, സമ്മേഷൻ ആൽഫ അറിയാലോ, ഈക്വൽ ടു 0 ആണ് നമ്മൾ തുടക്കത്തിലേക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമുക്ക് സമ്മേഷൻ α³ കണ്ടുകൂടെ? എന്ത് വരും? സമ്മേഷൻ α³ + 0 + 3q = 0. സമ്മേഷൻ α³ = -3q എന്ന് കിട്ടി. അപ്പോൾ സമ്മേഷൻ α³ കൂടി കിട്ടി. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? സമ്മേഷൻ α² ആണ്. അത് കാണാൻ നമുക്ക് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാലോ. നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ച റൂൾ അപ്ലൈ ചെയ്യാം. സമ്മേഷൻ α² = -2p എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് സമ്മേഷൻ α³ സമ്മേഷൻ α² ആയി. ഇനി ഇതിലറിയാത്ത എന്താ? സമ്മേഷൻ α⁵5. α⁵5 എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂബ് വരെ ഉള്ളൂ. ഇവിടെ അപ്പോൾ ഡിഗ്രി 5 ആക്കണമെങ്കിൽ ഈ x³ x⁵5 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x² × x³ x⁵5 ആവും. അപ്പോൾ ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ ഒരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? x⁵5 + px³ + qx² = 0. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ x⁵5ൽ ഡിഗ്രി 3 ആണെങ്കിൽ നമുക്ക് മാക്സിമം 3 റൂട്ടാണ്. അപ്പോൾ ഡിഗ്രി 5 ആണെങ്കിൽ മാക്സിമം എത്ര റൂട്ട് ഉണ്ടാവും? 5 റൂട്ട്സ് ഉണ്ടാവും. ആ 5 റൂട്ട്സിൽ 3 റൂട്ട് ഇത് തന്നെയാണല്ലോ. കാരണം ഇതിനെ ഒരു സംഭവമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കത് കിട്ടിയത്. അതായത് ഇതിന് നിലവിലുള്ള ആൾറെഡി ഈ 3 ഫാക്ടേഴ്സിൻ്റെ ഫോമിൽ അതിന് എഴുതാൻ പറ്റും. അത് ഇൻറ്റു സംതിങ് നമുക്ക് പുതുതായി വന്ന 2 റൂട്ടിനെ അറിയാത്തുള്ളൂ. നിലവിലുള്ള ഈ 3 റൂട്ട് ഇതിൻ്റെയും കൂടി റൂട്ടാണ്. അപ്പോൾ ഈ 3 റൂട്ടും ഇതിൽ അപ്ലൈ ചെയ്യുക. അതായത് ഇതിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ആൽഫയും ബീറ്റയും ഗാമയും കൊടുക്കുമ്പോൾ എങ്ങനെ വരും? α⁵5 + p α³ + q α² = 0. β⁵5 + p β³ + q β² = 0. γ⁵5 + p γ³ + q γ² = 0. ഇനി ഇതിനെ 3നെയും കൂടി ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇങ്ങനെ കിട്ടും α⁵5 + β⁵5 + γ⁵5 + p × α³ + p × β³ + p × γ³, അതായത് p × α³ + β³ + γ³ + q × അതുപോലെ α² + β² + γ². ഇനി ഇതിന് ത്രൂ ഔട്ട് നമുക്ക് സമ്മേഷൻ ഫോമിൽ എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ സമ്മേഷൻ ഫോമിൽ എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ആൽഫയോ ബീറ്റയോ ആരെ വേണമെങ്കിലും എടുത്ത് സമ്മേഷൻ ഓഫ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആരാ വേണ്ടത്? സമ്മേഷൻ α⁵5ഉം ക്യൂബും സ്ക്വയറൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെയും സമ്മേഷൻ ഇടുമ്പോൾ ആൽഫ വെച്ച് എഴുതാം. ഇതിൽ നമുക്ക് സമ്മേഷൻ α⁵5 അറിയില്ല, സമ്മേഷൻ α³ അറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്മേഷൻ α² അറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമുക്ക് സമ്മേഷൻ α⁵5 കിട്ടില്ലേ? സമ്മേഷൻ α⁵5 + p × -3q + q × -2p = സമ്മേഷൻ α⁵5 - 3pq - 2pq -3 - 2 -5. അപ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ α⁵5 = 5pq എന്ന് കിട്ടി. അപ്പോൾ α⁵5ഉം കിട്ടി. ഇനി ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ? സമ്മേഷൻ α⁵5 = 5pq നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1/5 സമ്മേഷൻ α⁵5 എന്താവും? pq ആവും. സമ്മേഷൻ α³ സമ്മേഷൻ α² എന്താവും? -3q × -2p = 6pq. 1/6 ചെയ്യുമ്പോഴോ അത് pq ആവും. അപ്പോൾ pq = pq. 1/5 സമ്മേഷൻ α⁵5 = 1/6 സമ്മേഷൻ α³ × സമ്മേഷൻ α². ദസ് പ്രൂവ്ഡ്. ഈ ക്വസ്റ്റ്യനും നേരത്തെ ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണുള്ള ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഡിഗ്രി എത്രയാണെന്നോ പോളിനോമിയൽ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ളത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ = 0 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് ഇവിടെ എത്ര റൂട്ട് പറഞ്ഞിട്ടുണ്ട്? ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും 4 റൂട്ട്. അപ്പം 4 റൂട്ട് മാക്സിമം 4 റൂട്ട് വരെ വരുന്നത് ഡിഗ്രി എത്ര ആകുമ്പോഴാണ്? 4 ആകുമ്പോൾ. അപ്പോൾ ഡിഗ്രി 4 ആണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും.
പിന്നെ ഇത് ഈ എഴുതിയിരിക്കുന്നത് എന്താ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷൻ ആൽഫയല്ലേ, സമ്മേഷൻ ആൽഫ 0. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു സമ്മേഷൻ ആൽഫ 0 ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന S1, നമ്മൾ S1 എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ആൾ 0 ആയിപ്പോവും സമ്മേഷൻ ആൽഫ. അപ്പോൾ ഇവിടെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം. x⁴ പ്ലസ് 0x³ എഴുതാൻ കാരണം എന്താ, ഇവിടെ സമ്മേഷൻ ആൽഫ =0 ആണ് എന്ന് തന്നിട്ടുണ്ട്. സമ്മേഷൻ ആൽഫ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് രണ്ടാമത്തെ ടേം, അതായത് ഡിഗ്രി 4 കണ്ടുപിടിച്ച രണ്ടാമത്തെ ടേം ആരാ, x³ കോഎഫിഷ്യൻറ്റ് 0 ആവണം. എന്നാൽ മാത്രമേ നമ്മുടെ സമ്മേഷൻ ആൽഫ 0 ആവുള്ളൂ. അപ്പോൾ ഇത് 0x³ p2x² + p3x + p4 = 0. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും ആദ്യം എഴുതി വെക്കാമല്ലോ. സമ്മേഷൻ ആൽഫ =0, സമ്മേഷൻ ആൽഫ ബീറ്റ =p2, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ -p3, സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ p4. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ അതേ പാറ്റേണിൽ തന്നെയാണ്. ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും ഒക്കെ ആരുടെ റൂട്ട്സ് ആണ്, ഈ തന്നിരിക്കുന്ന നമ്മുടെ ജനറൽ പോളിനോമിയൽ ഇക്വേഷൻ ഡിഗ്രി 4 ആയിട്ടുള്ള. പിന്നെ ത്രൂ ഔട്ട് ഈ സിമെട്രിക് ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഫസ്റ്റ് ഡിഗ്രി നിർണ്ണയിക്കുന്ന അതിൻ്റെ A0 നമ്മൾ എപ്പോഴും പറയുന്ന ഡിഗ്രീൻ്റെ തൊട്ടടുത്തുള്ള കോഎഫിഷ്യൻറ്റ് 1 ആയിട്ട് മാത്രമേ ത്രൂ ഔട്ട് ഇതിൽ പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. അല്ലാത്തൊരു കണ്ടീഷൻ ചെയ്തിട്ടില്ല. അല്ലാത്തൊരു കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ P2ൻ്റെ അടിയിലൊക്കെ ഡിനോമിനേറ്റർ വരും. P2/1 P3 - P3/1 ഒക്കെ ആയതുകൊണ്ട് ഇവിടെ സീനില്ല. അപ്പോൾ ത്രൂ ഔട്ട് ഇതിൽ 1 ആണ്. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ അങ്ങനെ 1 അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് 1ലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാവും ഈ ഒരു മെത്തേഡ്. അപ്പം അങ്ങനെ ഒരു ഡിഗ്രി 1 അല്ലാത്ത പ്രോബ്ലം ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കിയതിന് ശേഷം ചെയ്യാം. ഇതാണ് നമ്മുടെ ജനറൽ പോളിനോമിയൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിയത്. നമുക്ക് ഇവിടെ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ α⁵ ഒക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് എഴുതാൻ പറ്റിയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റൂള് പഠിച്ചിരുന്നല്ലോ. ആ റൂള് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ആദ്യത്തെ ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൻ്റെ അതേ പാറ്റേണിലാന്ന് പറയുമ്പോൾ നമുക്ക് സമ്മേഷൻ α² കാണേണ്ടി വന്നു, സമ്മേഷൻ α³ കാണേണ്ടി വന്നു. നമ്മുടെ അടുത്ത് സമ്മേഷൻ α²നും സമ്മേഷൻ α³ ഉള്ള റൂളുണ്ട്. അതൊന്ന് വെച്ചിട്ട് അവ കണ്ടു നോക്കാമല്ലോ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള 3 റൂള്. നിങ്ങൾ ചോദിക്കുമ്പോൾ സമ്മേഷൻ α², സമ്മേഷൻ α³ പോരെയെന്ന്. α³ കാണണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സമ്മേഷൻ α² ബീറ്റ വേണം. അപ്പോൾ അതിവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടേമിൽ 3 എണ്ണത്തിലും സമ്മേഷൻ ആൽഫ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റേത് അതിനോടനുസരിച്ചുള്ളത് ചെയ്താൽ മതി. ആദ്യം -2 ആണെങ്കിൽ പിന്നെ -3, പിന്നെ നമ്മൾ α³ 3 വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു പിക്ക് ദ ഓഡ് വൺ ഔട്ടാണ്. അതിന് രണ്ടാമത്തെ ടേമിൽ എന്തില്ല, കോൺസ്റ്റൻ്റ് ഇല്ല. അതൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ, അങ്ങനെ തിയറി ഒന്നും അല്ല അത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ ആൽഫ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 3 എണ്ണത്തിലും 0 ആയി പോകും. പിന്നെ -2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താ p2, 2p2. ഇവിടെ 3 ഇൻറ്റു ഇവിടെ -p3. ഇവിടെ α² ബീറ്റൻ്റെ ആൻസറാണ്. മൈനസ് എന്തായി, പ്ലസ് ആയി 3p3. അപ്പോൾ 0 - 3p3. നമുക്ക് ആവശ്യമുള്ള 2 റിസൾട്ട്സ് ഏതൊക്കെയാണ്? സമ്മേഷൻ α² -2p2, സമ്മേഷൻ α³ -3p3. ഇത് നമ്മളവിടെ എടുത്ത് മാറ്റി വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പവേഴ്സ് എന്താ, α⁵, β⁵. അപ്പോൾ നമുക്ക് ആ ⁵ ആക്കണം. ഇവിടെ എത്രയേ ഉള്ളൂ, 4 ഉള്ളൂ. അപ്പോൾ ഇതിനെ ⁵ ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു × x തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x⁴ × x, x⁵. അപ്പോൾ ത്രൂ ഔട്ട് ഒരു x തൊട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ പവർ 5 ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ കിട്ടും x⁵ + p2x³ + p3x² + p4x = 0. ഇപ്പോൾ ഇതായി നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ഈ ഒരു ഇതിലേക്ക് നയിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും ഒക്കെ ഇതിൻ്റെയും കൂടി ഒരു റൂട്ടാണ്. ഒരു റൂട്ടും കൂടി എക്സ്ട്രാ അതിനുണ്ടാവും. ഇത് ഡിഗ്രി 5 ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവുന്നുണ്ട്. അപ്പം നമുക്ക് നിലവിൽ അറിയാവുന്ന 4 റൂട്ടുകൾ ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയാണ്. അത് ഇതിൽ അപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരിക നോക്കാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും എക്സിൻ്റെ സ്ഥാനത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ഐറ്റം ഇക്വേഷൻ കിട്ടി. നമുക്ക് ഇതിലേക്കാണല്ലോ എത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എല്ലാത്തിനെയും കൂടി ആഡ് ചെയ്താലല്ലേ നമുക്ക് ഈ ഒരു ടേമിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുക. α⁵ + β⁵ + γ⁵ + δ⁵ + p2 × α³ + β³ + γ³ + δ³ + p3 × α² + β² + γ² + δ² + p4 × α + β + γ + δ. ഇതിപ്പോൾ തന്നെ ജനറൽ ഫോമിലാണ്. അപ്പോൾ ഇനി ഇതിനെ സമ്മേഷൻ ഫോമിലേക്ക് ഒന്ന് മാറ്റാം. സമ്മേഷൻ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ സമ്മേഷൻ α⁵ നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ സമ്മേഷൻ α³ എന്താ,
സമ്മേഷൻ ആൽഫ ക്യൂബ് നമ്മൾ കണ്ടിരുന്നു -3p3, ആൽഫ സ്ക്വയറും നമ്മൾ കണ്ടിരുന്നു. സമ്മേഷൻ ആൽഫ നമുക്ക് അറിയാം 0. അത് അപ്ലൈ ചെയ്താൽ സമ്മേഷൻ ആൽഫ റേസ് ടു 5 കിട്ടിയില്ലേ? ആ സമ്മേഷൻ ആൽഫ റേസ് ടു 5 തന്നെയാണ് എന്ത് ഇതിൽ നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൽഫ ക്യൂബിൻ്റെ വാല്യൂ -3p3, ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ 2p2, പിന്നെ ഇവിടെ സമ്മേഷൻ ആൽഫ 0. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് സമ്മേഷൻ ആൽഫ റേസ് ടു 5 = 5p2p3 എന്ന് കിട്ടും നമ്മളുടെ. അപ്പോൾ LHS ആയി. ഇത് സമ്മേഷൻ ആൽഫ റേസ് ടു 5 തന്നെയല്ലേ? അപ്പോൾ LHS ആയി. ഇനി RHS എന്താ? -5 സമ്മേഷൻ ആൽഫ ബീറ്റ ഇൻറ്റു സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ സമ്മേഷൻ ആൽഫ ബീറ്റയും സമ്മേഷൻ ആൽഫ ബീറ്റയും ഗാമയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു -5 ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. സമ്മേഷൻ ആൽഫ ബീറ്റ ഇൻറ്റു സമ്മേഷൻ ആൽഫ ബീറ്റ ഗാമ ചെയ്യുമ്പോൾ P2 ഇൻറ്റു -P3 -P2P3 അതിൻ്റെ ഒരു -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5p2p3 എന്ന് തന്നെ കിട്ടുന്നത്. അതായത് ആൽഫ റേസ് ടു 5 പ്ലസ് ബീറ്റ റേസ് ടു 5 പ്ലസ് ഗാമ റേസ് ടു 5 പ്ലസ് ഡെൽറ്റ റേസ് ടു 5 = -5 സമ്മേഷൻ ആൽഫ ബീറ്റ എന്ന് കിട്ടി.